ഇന്നലെ കൺവെൻഷൻ്റെ ലാസ്റ്റ് ഇന്നലെ മോളും ഇവിടെ അമ്മയും കൂടെ വന്നു. ഇവിടെ കരഞ്ഞ് പറഞ്ഞൊരു കാര്യമാണ് അല്ലേ, ഇറച്ചി, ചിക്കന്, മട്ടന്, ബീഫ്, ഏത് ഇറച്ചി കഴിച്ചാലും കംപ്ലീറ്റ് അലർജിയാണ്, മുഖമെല്ലാം വീർത്തു വരും. ഞാൻ പ്രാർത്ഥിച്ചു, പിന്നെ ഈ മുഖത്തെ ഈ പാടുകൾ എല്ലാം മാറാനായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു നാളത്തെ അല്ലേ പോയിട്ട് ചിക്കൻ കഴിച്ചോണമെന്ന് പറഞ്ഞു, വീട്ടിലിരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലേ. ഇനി ബാക്കി പറഞ്ഞു. ഇന്നലെ പോയി ചിക്കൻ കഴിച്ചു, ബാക്കി പറ. എനിക്ക് 2 വർഷം മുന്നേ ഇങ്ങനെ ചിക്കൻ കഴിക്കുമ്പോൾ ചുണ്ടിൻ്റെ ഭാഗം അത്രയും പൊള്ളി വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും, വേറെ അസ്വസ്ഥതയൊന്നുമില്ല, പക്ഷെ നമുക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഹോമിയോ ഡോക്ടറെ കാണിച്ചപ്പോൾ മരുന്ന് തന്നിട്ട് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ചിക്കൻ കഴിക്കാൻ പോകുമ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ മരുന്ന് കഴിക്കും, പോവും, എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യും, തിരിച്ചു വരും. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കാലം ഇതില്ലായിരുന്നു. എന്നിട്ട് എൻ്റെ മുഖം ഭയങ്കര ക്ലീനായിരുന്നതാണ്, ഒരു പാടോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു വർഷം മുന്നേ വരെ ഒന്നുമില്ലായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് എനിക്ക് വീണ്ടും ഈ ചിക്കൻ കഴിക്കുമ്പോൾ ഇത് വീണ്ടും വന്നു. അപ്പം ഞാൻ മുഴുവനായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ ഞാൻ വന്നിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇന്ന് പോയി ചിക്കൻ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ വേറെ ഒന്നും എടുത്തില്ല. ഇന്നലെ മെന്നാന്നൊന്നും ഞാൻ മരുന്നും കൂട്ടിയില്ലായിരുന്നു. ഞാൻ നേരെ ബ്രദറിൻ്റെ അടുത്ത് വന്ന് രാത്രി ആയപ്പോൾ പോയി ഞാൻ ചിക്കൻ കഴിച്ചായിരുന്നു. അപ്പോൾ സാധാരണ ഒന്നുകിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരും, ഇല്ലെങ്കിൽ രാവിലെ വരും. ഞാൻ രാവിലെ എണീറ്റ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, രാവിലെ ഞാൻ ചിക്കൻ കഴിച്ചിട്ടാവുന്നത്. രാവിലെ ചിക്കൻ കഴിച്ചു, ഒരു കുഴപ്പമില്ല. ഇറച്ചിയുടെ അലർജി കർത്താവ് സൗഖ്യമാക്കി. കർത്താവിന് മഹത്വം.